കഴിഞ്ഞ ദിവസം ഇസ്ലാമാബാദിൽ വെച്ച് നടന്ന ഇറാൻ US ചർച്ച എങ്ങും എത്താതെ തന്നെ പരാജയമായതോടുകൂടി തന്നെ വിചാരിച്ചതിലും ഭയാനകമായ ഘട്ടത്തിലൂടെയാണ് കടന്നുപോകുന്നത്. രണ്ടും കൽപ്പിച്ച് തന്നെ ഇറാനെ തകർക്കാനുള്ള പദ്ധതികളാണ് ഇപ്പോൾ ട്രംപ് തയ്യാറാക്കിയിരിക്കുന്നതും. പ്രധാനമായും ഇറാന്റെ തുറുപ്പുചീട്ടായി തന്നെ അവർ കണക്കാക്കുന്നത് ഹോർമുസ് കടലിടുക്ക് തന്നെയാണ്. ഇതിന്മേൽ തന്നെയാണ് ട്രംപ് കണ്ണുവച്ചിരിക്കുന്നത്. ഇറാനെ ഒതുക്കാൻ ഏറ്റവും നല്ല പോംവഴി ഹോർമുസ് കടലിടുക്കിന്മേൽ കൂടുതൽ ഉപരോധങ്ങൾ ഏർപ്പെടുത്തുക എന്നതിലൂടെയാണ്. ആയതിനാൽ തന്നെ ട്രംപ് ആകട്ടെ അതിനുള്ള പോംവഴികൾ തയ്യാറാക്കുകയും അത് സ്വീകരിക്കുകയുമാണ് ചെയ്തിരിക്കുന്നത്. ഹോർമുസിലൂടെ പോകുന്ന ഒരു കപ്പൽ പോലും അവിടെ കടത്തിവിടില്ല എന്നതാണ് ട്രംപ് ഇപ്പോൾ വ്യക്തമാക്കുന്നത്. നാറ്റോയ്ക്കായി തന്നെ US നടത്തുന്ന ചിലവുകൾ ഗൗരവമായ പരിശോധനയ്ക്ക് വിധേയമാക്കുമെന്നാണ് ഇവിടെ വ്യക്തമാക്കുന്നത്. ഇന്ന് രാവിലെ 10 മണി മുതൽ തന്നെ ഹോർമുസ് കടലിടുക്കിലൂടെ തന്നെ കപ്പലുകൾ വിടില്ല എന്ന ഒരു പ്രഖ്യാപനമാണ് ഇപ്പോൾ ട്രംപ് നടത്തിയിരിക്കുന്നത്. ഇറാനുമായുള്ള അമേരിക്കയുടെയും ഇസ്രയേലിന്റെയും യുദ്ധത്തെ പിന്തുണയ്ക്കുന്നതിൽ നാറ്റോ പരാജയപ്പെട്ടുവെന്നും ആരോപണങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. അവർ നമുക്കൊപ്പം ഉണ്ടായിരുന്നില്ല എന്നും ട്രംപ് മാധ്യമങ്ങളോട് വ്യക്തമാക്കിയിരുന്നു. ഇപ്പോൾ അവർ വരാൻ ആഗ്രഹിക്കുന്നുണ്ടാകാം, പക്ഷേ കാര്യമായ ഭീഷണി നിലവിലില്ല. അതേപോലെ തന്നെ നാറ്റോ സഖ്യത്തിൽ അമേരിക്ക അംഗമായി തന്നെ തുടരുന്നതിനെയും ട്രംപ് ചോദ്യം ചെയ്യുകയാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. റഷ്യയിൽ നിന്നുള്ള സംരക്ഷണത്തിന് അതിനായി തന്നെ നാറ്റോയ്ക്ക് വേണ്ടി ട്രില്യൺ കണക്കിന് ഡോളറാണ് US ചിലവാക്കിയത്. അവരെ റഷ്യയിൽ നിന്നും സംരക്ഷിക്കുകയാണ് US ചെയ്തിരിക്കുന്നതെന്നും ഇതൊരു പരിഹാസ്യമായ കാര്യമാണ് എന്നതാണ് ഇവിടെ തോന്നിയിട്ടുള്ളതായി തന്നെ വ്യക്തമാക്കുന്നത്. എങ്കിൽ പോലും ട്രില്യൺ കണക്കിന് ഡോളർ ചിലവഴിക്കുന്നു. ഇത് വളരെ ഗൗരവമായ പരിശോധനയ്ക്ക് വിധേയമാക്കുമെന്ന് തന്നെയാണ് ട്രംപ് വ്യക്തമാക്കിയിരിക്കുന്നത്. മാത്രമല്ല നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷൻ എന്ന നാറ്റോയിൽ 32 രാജ്യങ്ങളാണ് അംഗങ്ങളായി തന്നെയുള്ളത്. അതേസമയം ഹോർമുസ് കടലിടുക്കിൽ ഉപരോധം ഏർപ്പെടുമെന്ന അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ മുന്നറിയിപ്പിനെ പരിഹസിച്ചുകൊണ്ടാണ് ഇറാന്റെ പാർലമെന്റ് സ്പീക്കറായ മുഹമ്മദ് ബാഹർ ഗാലിബാഫ് രംഗത്ത് വന്നിരിക്കുന്നത്. ഉപരോധം ഉണ്ടായാൽ ഇന്ധനവില കുതിച്ചുയരുമെന്നും നിലവിലെ ആ വിലയോട് അമേരിക്കക്കാർക്ക് പിന്നീട് ഒരു നൊസ്റ്റാൾജിയ തോന്നുമെന്നും ഇവിടെ എക്സിലൂടെ പങ്കുവച്ചൊരു പോസ്റ്റിലാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. അതേപോലെ തന്നെ വൈറ്റ് ഹൗസിന് സമീപമുള്ള ഇന്ധനവിലയുടെ ആ ഒരു സ്ക്രീൻഷോട്ട് അത് പങ്കുവെച്ചുകൊണ്ടായിരുന്നു ഇത്തരം ഒരു പ്രതികരണം അദ്ദേഹം നടത്തിയിരിക്കുന്നത്. ഇപ്പോഴത്തെ ഇന്ധനവില കണ്ട് സന്തോഷിച്ചോളൂ എന്നും ഉപരോധം വരുന്നതോടുകൂടി തന്നെ 4 മുതൽ 5 ഡോളറിന് ഗ്യാസ് ലഭിച്ചിരുന്ന കാലത്ത് നിങ്ങൾ മിസ് ചെയ്യുമെന്നതാണ് ഇവിടെ വലിയൊരു രീതിയിൽ ഒരു പ്രഖ്യാപനമായി തന്നെ നടത്തിയിരിക്കുന്നത്. അതേപോലെ തന്നെ കടലിടുക്കിലെ തടസ്സം ഇന്ധനവിലയിൽ വൻ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുമെന്ന സൂചനകളാണ് ഇപ്പോൾ ഇവിടെ വലിയ രീതിയിൽ പങ്കുവെച്ചുകൊണ്ട് രംഗത്ത് വന്നിരിക്കുന്നത്. അതേപോലെ തന്നെ എണ്ണവിലയിൽ ഉണ്ടാകുന്ന ചെറിയ മാറ്റം പോലും ആഗോള വിപണിയിൽ ചങ്ങല പ്രതികരണം വലിയ രീതിയിൽ അത് വില വർദ്ധിപ്പിക്കുമെന്നതും അത് വലിയൊരു മുന്നറിയിപ്പായി തന്നെയാണ് ഇവിടെ ഇറാൻ ഇതിനോടായി തന്നെ നൽകിയിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.